ഹലോ, ഇന്ന് പറയുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ കർക്കിടക മാസം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അത് നമ്മുടെ കർക്കിടക മാസത്തിലെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കർക്കിടക മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടുള്ള ആൾക്കാർ കള്ളക്കർക്കിടകം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും അത്ര ശരിയല്ല കേട്ടോ. അതല്ല കള്ളക്കർക്കിടകം എന്നൊന്നും പറയാൻ പാടില്ല. കർക്കിടക മാസം വളരെ പുണ്യമായിട്ടുള്ളൊരു മാസമാണ്, പുണ്യമാസം തന്നെയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഒരു മാസമാണ്. ഈ ഒരു മാസത്തിൽ നമ്മളുടെ ആരോഗ്യത്തിന്, നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശീബോധി വയ്ക്കുക എന്ന് പറയും. ഇതുപോലെ പിന്നെ ദശപുഷ്പം ചൂടും, നമ്മൾ മുടിയിൽ ആ ദശപുഷ്പം ചൂടും. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് മുക്കുറ്റി ചാന്ത് തൊടുക എന്നുള്ളത്. അതായത് മുക്കുറ്റി ഇങ്ങനെ അരച്ചിട്ട് അതിൽ ആ ചാന്ത് നെറ്റിയിൽ തൊടുക. അപ്പോൾ ഈ ദശപുഷ്പം മുടിയിൽ ചൂടുന്നതുകൊണ്ട് മുക്കുറ്റി ചാന്ത് നെറ്റിയിൽ തൊടുന്നതുകൊണ്ടൊക്കെ നമുക്ക് നമ്മുടെ ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മാസം അത് ചെയ്യുന്നത് വളരെ നല്ലതായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് മാത്രം തീർന്നു ഇല്ല, നമ്മൾ മരുന്ന് കഞ്ഞി കുടിക്കും അല്ലേ. ഈ ഒരു മാസം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ മരുന്ന് കഞ്ഞി കുടിക്കും. അതും നമ്മളുടെ ആരോഗ്യത്തിന് ഭയങ്കര നല്ലതാണ്. ഇതൊന്നും അല്ലാണ്ട് വേറെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. പത്തിലക്കറി കൂട്ടുക എന്ന് പറയും. ശരിക്കും അത് കർക്കിടക പത്തിന് കഴിക്കണം എന്നാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, വേറെയുള്ള ദിവസമുള്ള കർക്കിടക മാസത്തിൽ ഇനിയും ഇഷ്ടം പോലെ ദിവസങ്ങൾ ഉണ്ട് ബാക്കി. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം പത്തിലക്കറി കൂട്ടുക എന്നുണ്ടെങ്കിൽ എന്താണ് പത്തിലക്കറി കൂട്ടുക എന്ന് പറഞ്ഞാൽ 10 ഇലയുടെ കറി കൂട്ടുക, അത്രയേ ഉള്ളൂ. നമുക്ക് സംശയം തോന്നും, 10 തരത്തിലുള്ള ഇലകളൊക്കെ നമുക്ക് കിട്ടുമോ കറി വയ്ക്കുക എന്നുള്ളത്. ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് നമ്മളുടെ പറമ്പിലേക്ക് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഇലകൾ കിട്ടും കേട്ടോ. അപ്പോൾ ഇലകൾ പൊട്ടിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, മുരിങ്ങ ഇല പൊട്ടിക്കേണ്ട. കാരണം ഈ ഒരു മാസം നമ്മൾ കർക്കിടക മാസത്തിൽ മുരിങ്ങ ഇല കൂട്ടില്ല. അതിൽ ഒരു വിഷാംശം അതിൻ്റെ ഇലയിൽ ഈ ഒരു മാസം കലർന്നിട്ടുണ്ടെന്നാണ് പറയുക. അതുകൊണ്ട് നമ്മൾ മുരിങ്ങയുടെ ഇല കൂട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ തൊട്ട വാടി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും പോയി പറിക്കേണ്ട, അതൊക്കെ ഇത്തിരി പാടാവും. പിന്നെ അതല്ലാണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള 10 തരത്തിലുള്ള ഇലകൾ നമുക്ക് പറിച്ചു കൊണ്ടുവരാം. അപ്പോൾ അതാ എനിക്കെന്തായാലും സംഭവം കിട്ടിയിട്ടുണ്ട്. 10 ടൈപ്പ് ഇലകൾ കിട്ടിയിട്ടുണ്ട്. സംശയം വേണ്ട, അതാ ഞാൻ വേണമെങ്കിൽ വെച്ചിട്ട് കാണിച്ചു തരാം. അതാ ഇങ്ങനെ എണ്ണി നോക്കൂ, 10 തരത്തിലുള്ള ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കൂടി നമുക്കിന്നൊരു 10 ഇലക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്കറിയാം നമ്മളുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്തിട്ടുള്ള ഇലകൾ തന്നെയാണ്. പക്ഷേ എന്നാലും ഇലകളായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല പോലെ വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കുനുകുനായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ 10 ഇലകളിലും കൂടുതലായിട്ട് അങ്ങനെ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് കേട്ടത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ചെറിയ ചുവന്നുള്ളി ഇല്ലേ, ചുവന്നുള്ളിയും ഒരു പച്ചമുളകും നമുക്കിതാ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് മാത്രമേ ആവശ്യമുള്ളൂ. എന്നിട്ട് നമുക്ക് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചീനച്ചട്ടി നല്ലപോലെ ചൂടാവുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ, വെളിച്ചെണ്ണയാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മളുടെ ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക കേട്ടോ. അതൊന്ന് നല്ലപോലെ വഴറ്റി മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സാധനം അതൊരു സ്പെഷ്യലാണ്. നമ്മൾ എന്താ പറയുക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, കഞ്ഞിവെള്ളം ഇല്ലേ, കഞ്ഞിവെള്ളം. നമ്മൾ അരി വാർത്തിട്ടുള്ള കഞ്ഞിവെള്ളം ഇല്ലേ, ആ കഞ്ഞിവെള്ളമാണ് നമ്മൾ വെള്ളത്തിന് പകരം ഇതിൽ ചേർക്കുന്നത്. അതെന്തിനാണ് അങ്ങനെ ചേർക്കണമെന്ന് വെച്ചെങ്കിൽ ഈ കൂട്ടാൻ കുറച്ച് കൂടുതൽ കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ലൂസായിട്ട് അങ്ങനെ തോന്നില്ല, നല്ല കൊഴുത്ത് കിടക്കുന്ന ഒരു കൂട്ടാനായിട്ട് തോന്നുന്നത് വെച്ചെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, വളരെ കുറച്ച് ആവശ്യമുള്ളൂ. ആ ഇല കിടന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള കഞ്ഞിവെള്ളം അത്രേ വേണ്ടൂ. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ തന്നെയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടുള്ളൂ. നമ്മൾ മുളക് പൊടി ഇതിൽ ചേർക്കില്ല. ഓൾറെഡി ഇതിൽ പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മുളക് പൊടി വേണ്ട. ഇനി ഇതൊക്കെ കൂടി ആ കഞ്ഞിവെള്ളത്തിൽ ഒന്ന് കിടന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മളുടെ 10 ഇലകളില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി വെള്ളത്തിൻ്റെ ആവശ്യം തോന്നുകയാണെച്ചെങ്കിൽ കുറച്ചും കൂടി കഞ്ഞിവെള്ളം അതിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല, പക്ഷേ എന്നാലും ആ ഇലകളൊന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള സമയം അത്രേ വേണ്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മളുടെ കൂട്ടാൻ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു ചെറിയൊരു പൊടിക്കൈ കൂടി ഉണ്ട്, അതും കൂടെ വന്നാലാണ് സൂപ്പറാവുക. നമ്മൾ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ആ കൂട്ടാൻ്റെ മുകളിൽ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മണം വരാനുണ്ട്. എൻ്റെ പൊന്നു, അത് അടിപൊളിയാണ് കേട്ടോ ആ മണം തന്നെ. ഈ ഇലക്കറികൾ വെക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, നമ്മൾ ഒരുപാടൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടാവും, പക്ഷേ അത് കൂട്ടാനായിട്ട് നമ്മളുടെ കയ്യിലേക്ക് കിട്ടുമ്പോഴേക്കും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മളുടെ 10 ഇല കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയണത് എന്താണ്, അത് കഴിക്കുക, അത്ര തന്നെ. അപ്പം നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ.
എന്തായാലും സംഭവങ്ങളൊക്കെ റെഡിയായി സ്ഥിതിക്ക് നമുക്ക് ഊണ് കഴിക്കാം അല്ലേ. അപ്പോൾ അതാ നല്ല ചൂട് പറക്കണ ചോറുണ്ട്, കൂടെ തന്നെ നല്ല പയറുമെഴുക്ക് വരട്ടി. നമ്മളുടെ നാട്ടിൽ പയറുപ്പേരി എന്നാണ് കേട്ടോ പറയും, ഞാൻ എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള പത്തലക്കറി നല്ലതാ കണ്ടോ, ഇങ്ങനെയാണ് പത്തലക്കറി ഇരിക്കുന്നത്. അപ്പോൾ അതിൽ അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടോ. എന്താ പറയുക, നമ്മളുടെ കഞ്ഞിവെള്ളമൊക്കെ വറ്റി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ ചെറിയ കണ്ണിമാങ്ങ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള കടുമാങ്ങയാണത്, കൂടെ ഒരു പപ്പടും. പിന്നെ നമ്മളിതിലേക്ക് മെയിനായിട്ട് ഒഴിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ, കൂട്ടി കഴിക്കാനുള്ളത് നല്ല തക്കാളി രസം. നല്ല മഴയത്തൊന്ന് ആലോചിച്ച് നോക്കൂ, നല്ല ചൂടുള്ള ചോറിൽ നല്ല തക്കാളി രസമൊക്കെ ഒഴിച്ചിട്ട്. രസം എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നുണ്ട് എല്ലാവരുടെയും ഒരു വികാരം തന്നെ ആയിരിക്കും അല്ലേ. വേറെ കറികളൊന്നുമില്ല ചെയ്യലും രസം കൂട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അപ്പോൾ പിന്നെ ഇത്രയും സംഭവങ്ങൾ സൈഡിലുണ്ടാകുമ്പോൾ പിന്നെ വേറെ എന്താ പറയുക. ഓഹ്, എന്നാൽ പിന്നെ നമുക്കത് കഴിക്കാം അല്ലേ. ഇതിപ്പോൾ ഞാൻ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ, കാരണം എല്ലാം എൻ്റെ ഫേവറേറ്റ് ആണ്. ഇനിയിപ്പോൾ നമ്മൾക്ക് എല്ലാം അതൊന്നും കുറേശ്ശെ എടുത്തിട്ട് അങ്ങനെ കഴിക്കാം. ഈ ഒരു രുചി എന്ന് പറയുന്നത് ഉണ്ടല്ലോ, നാടൻ രുചി, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ മസാലകളൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. ശ്രദ്ധിച്ചില്ലേ, വെറും ആ ഉപ്പും മഞ്ഞപ്പൊടിയും ആ പച്ചമുളകിൻ്റെ അരിവും അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇത് മടുക്കില്ല, എത്ര കഴിച്ചാലും നമുക്ക് മടുക്കില്ല, ഒട്ടും നമ്മളുടെ വയറിനൊരു പ്രശ്നം തോന്നില്ല. ഭയങ്കര ഹെൽത്തിയാണ് എല്ലാം, 10 തരത്തിലുള്ള ഇലകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, അത് ഭയങ്കര സൂപ്പർ തന്നെയാണ്. അത് ട്രൈ ചെയ്തേ പറ്റുള്ളൂ. എന്തായാലും എല്ലാവരും വയലും വെള്ളം വരുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. ഒന്നും ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ പറമ്പിലേക്ക് ഇറങ്ങിക്കോളൂ, 10 തരത്തിലുള്ള ഇലകൾ പറിച്ചോളൂ, വേഗം ഉണ്ടാക്കിക്കോളൂ. ഫ്ലാറ്റിലിരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ലൈക്ക് ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, വേറെ എന്ത് ചെയ്യാനല്ലേ. അപ്പം നമ്മുടെ കർക്കിടകം സ്പെഷ്യൽ പത്തലക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്യണം. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും കാണണ്ടേ. അപ്പോൾ എന്തായാലും ഞാൻ ഇതങ്ങോട്ട് കംപ്ലീറ്റ് ആകട്ടെ. എല്ലാവരും പോയിട്ട് പത്തലക്കറി ഉണ്ടാക്കി വെക്കും. അപ്പോൾ ബൈ.